ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyBay അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഈ പറയുന്ന SSC GD പരീക്ഷകളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന ഈ കഴിഞ്ഞ ഒരുപാട് ഷിഫ്റ്റുകളോട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങൾ അല്ലെ, ഇപ്പൊ അവര് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ ചോദിച്ചെടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ചില ഷിഫ്റ്റുകാർക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഹിസ്റ്ററിയിൽ നിന്നോ ജോഗ്രഫിയിൽ നിന്നോ ചോദ്യങ്ങളൊക്കെ വരാത്തവർ കാണും. അതേപോലെ ചില ഷിഫ്റ്റുകാർക്ക് ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്ക ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നില്ല എന്ന് വരും. ഓക്കെ, അപ്പം ചില ആളുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെഷനകത്ത് എന്ത് ചെയ്യുന്നത് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ ഇനി വരുന്ന വീഡിയോയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഈ പറഞ്ഞ GK-യുടെയും GS-ന്റെയും കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ ചോദ്യങ്ങൾ എന്ത് നമുക്ക് ആഡ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് തുടങ്ങാം. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ജോഗ്രഫി കാണും, ഹിസ്റ്ററി കാണും, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സയൻസ് ടോപ്പിക്സിനകത്ത് എന്ത് നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സും മറ്റു ചോദ്യങ്ങളൊക്കെ എന്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോർട്ട് ഈസ് ഡെവലപ്ഡ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ലോസ് ഓഫ് ദ കറാച്ചി പോർട്ട് ടു പാകിസ്ഥാൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതായത് 1947 ശേഷം എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളായ സമയത്ത് നമുക്ക് കറാച്ചി പോർട്ട് എന്ത് ചെയ്തിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. കറാച്ചി പോർട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്തു, നമുക്ക് നഷ്ടപ്പെടുകയും അത് പാകിസ്ഥാന് പോവുകയും ചെയ്തു. അപ്പൊ അതിന് പകരമായിട്ട് എന്ത് ചെയ്തു, ഇന്ത്യ ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അല്ലെ. ആ പോർട്ടിന്റെ പേരെന്താന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആ പോർട്ടിന്റെ പേരെന്താന്നുള്ളതാണ് അല്ലെ. ജവഹർലാൽ നെഹ്റു പോർട്ട് ഇൻ മുംബൈ, മർമഗോവ പോർട്ട് ഇൻ ഗോവ, കണ്ട്ല പോർട്ട് ഇൻ കച്ച്, ഹാൽദിയ പോർട്ട് ഇൻ ഹാൽദിയ എന്നുള്ളതാണ്. ഏതായിരിക്കാം ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഈ പറയുന്ന കാണ്ട്ല പോർട്ടാണ്. കാണ്ട്ല പോർട്ട് അല്ലെങ്കിൽ ദീൻ ദയാൽ പോർട്ട് എന്ന് പറയാം അല്ലെ. ഏതാണത്? ഈ പറയുന്ന ദീൻ ദയാൽ പോർട്ട്. ദീൻ ദയാൽ പോർട്ട് എവിടെയാണ് വരുന്നത്? കച്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടും. ഗുജറാത്ത് ആണെന്ന് എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലെ. ഈ പറയുന്ന ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റില് അല്ലെ, ഈ പറയുന്ന ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു പോർട്ടും കൂടിയാണെന്ന് പറയുന്നത് കണ്ട്ല പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 മേജർ പോർട്ടുകളിൽ ഒന്നാണെന്ന് പറയുന്നത് കണ്ട്ല പോർട്ട് എന്ന് പറയുന്ന ദീൻ ദയാൽ പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന കാർഗോ വോളിയത്തിൽ തന്നെ ഏറ്റവും വലിയ പോർട്ട് എന്ന് പറയാം. ഈ പറയുന്ന കാർഗോ വോളിയത്തിൽ തന്നെ ഏറ്റവും വലിയ പോർട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പോർട്ട് ബൈ കാർഗോ വോളിയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് തന്നെയായിരിക്കും വരുന്നത്? ഈ പറയുന്ന കണ്ട്ല പോർട്ട് തന്നെയായിരിക്കും വരുന്നത് അല്ലെ. ഇനി കിടക്കുന്ന എന്താണ്? ജവഹർലാൽ നെഹ്റു പോർട്ട് ഇൻ മുംബൈ ആണ് അല്ലെ. നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. പിന്നെ കിടക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ട് മുംബൈ എന്നുള്ളതാണ് അല്ലെ. മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുംബൈ അല്ലെ, മുംബൈ മഹാരാഷ്ട്ര മുംബൈയിലാണ് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. മഹാരാഷ്ട്ര മുംബൈയിലാണ് എന്ത് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കണ്ടെയ്നർ പോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കണ്ടെയ്നർ പോർട്ടാണെന്ന് പറയുന്നത് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന കണ്ട്ല പോർട്ടാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്ന കണ്ട്ല പോർട്ടാണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത് എന്താണത്? ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്താണ് മർമഗോവ പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ്? അത് ഗോവയിലാണ്. ഗോവയിലാണ് ഏറ്റവും ഒരു പഴക്കം ചെന്നൊരു പോർട്ടും കൂടിയാണ് കേട്ടോ. പഴക്കം ചെന്നൊരു പോർട്ടാണ്. ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ കാലം മുതൽ എന്ത് ചെയ്യുന്നുള്ള ഒരു പോർട്ടാണ് മർമഗോവ പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഖ്യാതി എന്ന് പറയുന്നത് ഇതിന്റെ ഖ്യാതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഇരുമ്പയിലൊക്കെ ഉണ്ടല്ലോ, അയൺ ഓറൊക്കെ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഷിപ്മെന്റ് ഒക്കെ നടത്തുന്ന എവിടെ നിന്നാണ്? ഈ പറയുന്ന മർമഗോവ പോർട്ടിൽ നിന്നാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. പിന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൽദിയ പോർട്ട് ഉണ്ട്. ഹാൽദിയ പോർട്ടിന് മുമ്പായിട്ട് തന്നെ ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് പറയുന്ന പാർട്ടുണ്ട് അല്ലെ. എന്താണ്? ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടും കൂടി ഉണ്ട് കേട്ടോ. ന്യൂ മാംഗ്ലൂർ പോർട്ട്. ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് പറയുന്നത് കർണാടകയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കർണാടകയിലാണ് ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഓൾ വെതർ പോർട്ടാണ് കേട്ടോ. എന്താണ്? ഒരു ഓൾ വെതർ, എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ ഷിപ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു പോർട്ട് കൂടിയാണ്. ഓൾ വെതർ പോർട്ടും കൂടിയാണെന്ന് പറയുന്നത് ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർട്ടും കൂടി ഉണ്ട്, അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. കൊച്ചിൻ പോർട്ട് അല്ലെ. കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കൊച്ചിയിലുള്ള കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. കൊച്ചിൻ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത? എന്താണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ആണെന്ന് പറയുന്നത് കൊച്ചി എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഉള്ള ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഉള്ള ഏറ്റവും വലിയ പോർട്ടും കൂടിയാണ് കൊച്ചിൻ പോർട്ട് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ.
ഓക്കെ, പ്രധാനമായിട്ട് പറയാം കാർഗോ ഹാൻഡിലിംഗ് ഒക്കെ നടത്തുന്ന ഒരു പോർട്ടും കൂടിയാണ് ഈ പറഞ്ഞ കൊച്ചിൻ പോർട്ട്, നമ്മുടെ കൊച്ചിയിലെ പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പോർട്ട് എന്ന് പറയുന്നത് വിഒ ചിദംബരം പോർട്ടാണ്. വിഒ ചിദംബരം പോർട്ട്, വിഒ ചിദംബരം പോർട്ട് നിങ്ങൾ ചിലപ്പോൾ പഠിക്കുക ട്യൂറ്റിക്കോറിൻ പോർട്ട് എന്നുള്ളതായിരിക്കും അല്ലെ. തൂത്തുക്കുടി പോർട്ട് എന്നറിയപ്പെടുന്ന ട്യൂറ്റിക്കോറിൻ പോർട്ട് എന്ന് പറയുന്നത് അല്ലെ, പ്രധാനപ്പെട്ട ഒരു സീ പോർട്ടാണ് ഈ പറയുന്ന വിഒ ചിദംബരം പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ചെന്നൈ പോർട്ട് വരും. ഓക്കെ, ചെന്നൈ പോർട്ട് വരും. ചെന്നൈ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്നൈയോട് ചേർന്നാണ് ചെന്നൈ പോർട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന രണ്ടാമത്തെ തന്നെ അല്ലെ, ഇന്ത്യയിലെ തന്നെ പറയുന്ന രണ്ടാമത്തെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ആണെന്ന് പറയുന്നത് ചെന്നൈ പോർട്ട് എന്ന് പറയുന്നത്. പിന്നാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്ന് പറയുന്നത്. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്ന് പറയുന്നത് കൊൽക്കത്ത പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് കൊൽക്കത്ത പോർട്ട്? ഓക്കെ, കൊൽക്കത്ത പോർട്ട് എന്ന് പറയും. കൊൽക്കത്ത പോർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാ വരുന്നത് അറിയാവോ? ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? കൊൽക്കത്ത പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും പഴയ ഓപ്പറേറ്റിംഗ് പോർട്ടാണെന്ന് പറയുന്നത് ഈ ഒരു പോർട്ട് അല്ലെങ്കിൽ പറയുന്ന തുറമുഖം എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇതൊരു റിവർ റൈൻ പോർട്ടാണുള്ളവരുടെ ഓർത്തിരിക്കുക. റിവർ റൈൻ പോർട്ടാണ്, റിവർ റൈൻ പോർട്ടാണ് അല്ലെങ്കിൽ നദീജന്യ പോർട്ടാണെന്ന് പറയുന്നത് ഈ പറയുന്ന കൊൽക്കത്ത പോർട്ട് എന്നറിയപ്പെടുന്ന ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് രണ്ട് ബാങ്ക്സ് ഉണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് എന്തുണ്ട് ഈ പറയുന്ന രീതിയിൽ കണ്ടെയ്നർ ഷിപ്പ് വന്ന് നിൽക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തതാണ് വിച്ച് ഓഫ് ദ മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ ഒബ്ജക്റ്റ് ടു എസ്കേപ്പ് ദ എർത്ത് ഗ്രാവിറ്റേഷൻ പുള്ള്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ പുള്ള് കടന്നു പോകാൻ അല്ലെ, കടന്നു പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മിനിമം സ്പീഡിനെ എന്തെന്നാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. എന്തെന്നാണ് വിളിക്കുന്നതിനെ ഓർബിറ്റൽ വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി, സൗണ്ട് വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി. പേര് കേൾക്കുമ്പോഴേ അറിയാം, ഉത്തരം കിട്ടും. എസ്കേപ്പ് വെലോസിറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി ആണെന്നുള്ളതാണ്. അതായത് ഒരു വസ്തുവിന് വേണ്ടുന്ന ഏറ്റവും മിനിമം സ്പീഡാണ് അല്ലെ, ഏറ്റവും മിനിമം വെലോസിറ്റി ആണ് വേണ്ടത് അല്ലെ. അതായത് ഒരു പ്ലാനറ്റിന്റെ ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് മറന്നുകൊണ്ട് അല്ലെങ്കിൽ പറയുന്ന അതിനെ കടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെളിക്ക് പോവാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയുന്ന സാധിക്കുന്ന അതിന്റെ ഈ പറയുന്ന മിനിമം സ്പീഡിനെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മിനിമം സ്പീഡ് ഓഫ് an object to reach the break free from a planet's gravitation pull without any further എന്താണ് റിക്രൂട്ട്മെന്റ് ഓഫ് ട്രസ്റ്റ് എന്നാണ് എന്ത് ചെയ്യുന്നതിനെ പൊതുവെ പറയാറുള്ളത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റേഷൻ പുള്ള് മറികടന്നുകൊണ്ട് എന്ത് ചെയ്യാം ആ വെളിക്ക് പോകാൻ വേണ്ട ഒരു ഒബ്ജക്റ്റിന്റെ ഏറ്റവും മിനിമം സ്പീഡിനെയാണെന്ന് വിളിക്കുന്നത് ഈ പറയുന്ന എസ്കേപ്പ് വെലോസിറ്റി എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്? ഓക്കെ അല്ലെ. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഓർബിറ്റിൽ കറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വേണ്ടുന്ന വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ജലത്തിലൂടെയോ ഒരു വായുവിലൂടെയൊക്കെ അല്ലെങ്കിൽ പറയുന്ന ഫ്ലൂയിഡിലൂടെ താഴേക്ക് പോകുന്ന വസ്തുവിന് എന്ത് ചെയ്യുന്നത് കൈവരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന വേഗതയാണ് എന്ത് ചെയ്യുന്നത് എന്നു പറയുന്നത് ഈ പറഞ്ഞ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തരമായിട്ട് വരുന്നത് എസ്കേപ്പ് വെലോസിറ്റി ആണ് കേട്ടോ. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കനോട്ട് ബി മോർ ദാൻ മിനിസ്റ്റേഴ്സ് ഓഫ് ലോക്സഭ അല്ലെ. അതായത് ദ ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കനോട്ട് ബി മോർ ദാൻ ദ നമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ എന്ന് പറയുന്നത്. അതായത് ലോക്സഭയിലുള്ള എത്ര അംഗങ്ങൾ ഈ പറയുന്ന ലോക്സഭയിലെ ആകെ എത്ര അംഗങ്ങളുടെ എത്ര ശതമാനമായിരിക്കണം അല്ലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന പോലെ ഇപ്പം 100 അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ 200 എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന മന്ത്രിമാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി പറ്റത്തില്ല. അതിനൊരു കണക്കുണ്ട് അല്ലെ, അതിനൊരു കണക്കുണ്ട്. അതായത് ഒരു കൗൺസിൽ ഓഫ് ഈ പറയുന്ന ഒരു ലോക്സഭയിൽ എത്രത്തോളം ആളുകളുണ്ടോ അതിന്റെ നിശ്ചിത ശതമാനമായിരിക്കണം എന്തെന്ന് പറയുന്നത് അവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ എത്ര ശതമാനമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. എത്ര ശതമാനമാണെന്നുള്ളതാണ്. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 15% അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതേ സാധനം എവിടെ ആപ്ലിക്കബിൾ ആണ്? നമ്മുടെ ലോക്സഭകളിലും ആപ്ലിക്കബിൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും എന്താണ് ആപ്ലിക്കബിൾ ആണെന്നുള്ളത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ഇതേ ശതമാനം ഒക്കെ എന്താണ് ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 140 എന്താണ് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഈ പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എന്താണ് ഏകദേശം 21 മന്ത്രിമാർ എന്ത് ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന 140ന്റെ ഏകദേശം 15% വരുന്ന ആളുകളെ മാത്രമേ എന്താക്കി മാറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ, മിനിസ്റ്റേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിൽ ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയിൽ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഒരു നിയമമുണ്ട് അല്ലെ. ആകെ എത്രത്തോളം അംഗങ്ങളാണ് ഈ പറയുന്ന ലോക്സഭയിലുള്ളത് അവരുടെ 15% കൂടാൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട് നിയമമുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെടുന്ന അമെന്റ്മെന്റ് ആണ് 91ാമത് ഭരണഘടനാ ഭേദഗതി അല്ലെ. 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഓഫ്
2003 എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ ഭാഗമായിട്ട് 2 ആർട്ടിക്കിളുകൾ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 75(1)(a) എന്ന് പറയുന്നത് എന്തിന് ബാധകമാണ്? ലോക്സഭകൾക്ക് ബാധകമാണെന്നുള്ളതാണ്. ലോക്സഭകൾക്ക് ബാധകമാണെന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലോക്സഭയിലുള്ള ആകെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല. എന്ത് കൂടാൻ വേണ്ടി പാടില്ല? മന്ത്രിസഭയിൽ ആകെ മന്ത്രിമാരുടെ എണ്ണം കൂടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് 75(1). ഇനിയുള്ളത് പറഞ്ഞാൽ ഓർത്തിരിക്കുക 164(1) എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് എന്തിന് ബാധകമാണ്? അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്കാണ് എന്ത് ചെയ്യുന്നത് ബാധകമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. അതായത് മുഴുവൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. എന്തെന്ന് പറയുന്നത്? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിയമസഭയിലെ ബാക്കി മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഓർത്തിരിക്കുക. 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഓഫ് 2003. ഓക്കെ, അടുത്തത് ഹു ഇസ് ദ ഓഥർ ഓഫ് ദ നോവൽ ലേഡീസ് ടെയിലർ? ലേഡീസ് ടെയിലർ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണെന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഉത്തരം എന്താണ് വരുന്നത്? ഈ പറഞ്ഞ പ്രിയ ഹജേല എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. നമുക്ക് അടുത്ത നോക്കാം. അടുത്തതെന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ഇൻടു എ ഗ്യാസ് അറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് നോൺ ആസ് അല്ലെ. ഈ പറയുന്ന രീതിയിൽ അന്തരീക്ഷ മർദ്ദത്തില് ഒരു ലിക്വിഡ് ഗ്യാസായി മാറുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് അല്ലെ. ഒരു അന്തരീക്ഷ പറയുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഈ പറയുന്ന സാധാരണ ഈ പറയുന്ന അന്തരീക്ഷ മർദ്ദത്തില് ഒരു ലിക്വിഡ് എന്താക്കി മാറാൻ, ഈ പറയുന്ന ഗ്യാസായിട്ട് മാറാൻ, ലിക്വിഡ് ഗ്യാസായി മാറാൻ വേണ്ടുന്ന ടെമ്പറേച്ചറിനെ ഏത് പേരിലാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പറഞ്ഞ ഡെഫിനേഷൻ അതേപോലെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇപ്പൊ എന്താണ് വരുന്നത്? ഫ്രീസിംഗ് പോയിന്റ് ആണ്, കണ്ടൻസേഷൻ പോയിന്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് ആണ്, സബ്ലിമേഷൻ പോയിന്റ് ആണ് വരുന്നത്. ഏതാ വരുന്നത്? തിളനില എന്ന് പറയുന്ന ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലെ. തിളനില എന്ന് പറയുന്ന ബോയിലിംഗ് പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്? അത് ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. തിളനില എന്ന് പറയുന്ന ബോയിലിംഗ് പോയിന്റ് ആണെന്നുള്ളതാണ് അല്ലെ. ഓക്കെ അല്ലെ, സെറ്റ് ആണല്ലേ. അപ്പൊ അതെന്ത് ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഈ പറയുന്ന ദ്രാവകത്തിന്റെ ഈ പറയുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്ന അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാകുന്ന താപനിലയാണെന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. എന്താണ് ഈ പറയുന്ന ദ്രാവകത്തിന്റെ പറയുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ദ്രാവകത്തിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാകുന്ന താപനിലയാണ് അല്ലെ. അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമാകുന്ന താപനിലയാണ് ഈ പറയുന്ന ബോയിലിംഗ് പോയിന്റ് എന്ന് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ പ്രഷർ കുക്കറൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. പ്രഷർ കുക്കറൊക്കെ അല്ലെ, ഈ പ്രഷർ കുക്കറൊക്കെ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ എന്താണ് ഈ പറയുന്ന ജലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ 100 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്? അത് തിളയ്ക്കുന്നത് എന്നുള്ളത് അല്ലെ. എന്നാൽ ഈ പറയുന്ന മർദ്ദം കൂടുന്ന സമയത്ത് അല്ലെ, മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന തിളനിലയും കൂടും. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം വേഗം വേവുന്നത് എന്നുള്ളതാണ് അല്ലെ. പ്രഷർ കൂടുന്നതനുസരിച്ച്, മർദ്ദം കൂടുന്നതനുസരിച്ച് എന്തും കൂടും? തിളനിലയും കൂടും എന്നുള്ളതാണ്. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ അറിയാലോ അല്ലെ. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും? ഒരു ലിക്വിഡ് എന്തായിട്ട് മാറുന്നത്? അത് ഒരു സോളിഡ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ് കണ്ടൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു വാതകം, കണ്ടൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വാതകം അല്ലെ ഒരു ഗ്യാസ് എന്തായിട്ട് മാറുക? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചർ ആണ് കണ്ടൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ലിമേഷൻ പോയിന്റ് ആ പ്രക്രിയയിൽ എന്താ നടക്കുന്നത്? ഖരം അല്ലെങ്കിൽ സോളിഡ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആകാതെ നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് അല്ലെ. അല്ലെങ്കിൽ പറഞ്ഞ ആ താപനിലയാണ് പൊതുവെ പറയുന്ന സബ്ലിമേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സബ്ലിമേഷൻ നടക്കുന്ന ഏത് താപനിലയിലാണ് അതിനെ സബ്ലിമേഷൻ പോയിന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. പൊതുവെ പറയുന്ന രീതിയിൽ നമ്മുടെ കർപ്പൂരവും അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ക്യാംഫർ, അമോണിയം ക്ലോറൈഡ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഡ്രൈ ഐസ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ പറയുന്ന നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? ഈ സബ്ലിമേഷൻ പോയിന്റ് ഒക്കെ പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഉദാഹരണങ്ങളായിട്ട് പറയാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്തതാണ് അക്കോർഡിംഗ് ടു DPIIT ഡേറ്റ വിച്ച് കൺട്രി എമർജ്ഡ് ആസ് ദ ടോപ്പ് സോഴ്സ് ഓഫ് FDI ഇൻഫ്ലോസ് ഇൻ ടു ഇന്ത്യ ഡ്യൂറിംഗ് April-December ഫൈനാൻഷ്യൽ ഇയർ 2026. അതായത് 2026 ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന രീതിയിൽ FDIs എന്ത് ചെയ്യുന്നതാ ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത് ഏത് രാജ്യത്തു നിന്നുള്ളതാണ് അല്ലെ. FDIs ഈ പറഞ്ഞ FDIs എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കേട്ടോ. FDIs എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് ഏത് രാജ്യത്ത് നിന്നാണെന്നാണ് എന്ത് ചെയ്ത് പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതായിരിക്കാം? ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന DPIIT കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. DPIIT എന്ന് ചോദിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ
ട്രേഡ് ഡേറ്റ എന്നുള്ളതാണ് ഈ പറയുന്ന DPIIT എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് സിംഗപ്പൂരാണ് കേട്ടോ. എന്താണ് വരുന്നത്? സിംഗപ്പൂരാണ് ഒന്നാമത് നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ഓക്കെ, ഒന്നാമത് നിൽക്കുന്നത് എന്താണത്? സിംഗപ്പൂരാണെന്ന് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഒന്നാമത് സിംഗപ്പൂരാണ്. ഓക്കെ, രണ്ടാമത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് USA ഒക്കെ എന്ത് ചെയ്യാം പറയാം. ഓക്കെ അല്ലേ. ഓക്കെ, രണ്ടാമത് നമുക്ക് USA ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ അല്ലേ. ഓക്കെ ആണല്ലോ. അതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് in which year was the nationalization of bank was done by the government of India? Government of India എന്താണ് ഈ പറയുന്ന നാഷണലൈസേഷൻ, ഈ പറയുന്ന ദേശസാൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏത് വർഷമാണ്? ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ദേശസാൽക്കരണം നടത്തുന്നത്. അതായത് 1969 അല്ലെ, 1969 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? 14 ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരണത്തിന് വിധേയമാകുന്നത് എന്നുള്ളതാണ് അല്ലെ. 14 ബാങ്കുകൾ ദേശസാൽക്കരണത്തിന് വിധേയമാകും. 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മറ്റൊരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നാഷണലൈസേഷൻ ഓഫ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യം വരാം. അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കുക, എത്രാമതാണ്? 4ാമത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടോ, 4th 5-year പ്ലാന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബാങ്കുകൾ ദേശസാൽക്കരണത്തിന് വിധേയമാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ആർക്കിടെക്ചർ ഓഫ് പഞ്ച്മഹൽ ബിൽറ്റ് ബൈ അക്ബർ ഇൻ ഫത്തേപൂർ സിക്രി ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് സ്റ്റൈൽ? ഈ പറയുന്ന ഫത്തേപൂർ സിക്രിയിലുള്ള പാഞ്ച്മഹൽ എന്ന് പറയുന്നത് ഇപ്പൊ 5 നില കെട്ടിടമാണ് അല്ലെ. അതെന്ന് പറയുന്നത് എന്തിൽ നിന്നാണ്, ഏത് ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇതിലെ ഏതാണ്? പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും, എന്തായിട്ട് തോന്നും? ഈ പറയുന്ന രീതിയിൽ യൂറോപ്യൻ സ്റ്റൈൽ എന്നോ ഗോത്തിക് സ്റ്റൈൽ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ബുദ്ധിസ്റ്റ് വിഹാരമാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് വിഹാരങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്റ്റൈൽ എന്ത് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? അവര് ഈ ഫത്തേപൂർ സിക്രിയുടെ കോംപ്ലക്സിനുള്ളിലാണ്. ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞ എവിടെയാണ്? UP യിലാണ് അല്ലെ. ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞ എവിടെയാണ്? അത് UP യിലാണ്. അപ്പം അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റൈലിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അക്ബർ എന്ത് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന പാഞ്ച്മഹൽ എന്ത് ചെയ്യുന്നത്? പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഒരു ബുദ്ധിസ്റ്റ് വിഹാര ഡിസൈനിലാണ് എന്ത് ചെയ്യുന്നത്? അത് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് ഇതിനെ അറിയപ്പെടുന്നത് വിൻഡ് ടവർ എന്നുള്ളതാണ് അല്ലെ. എന്താണ് അതിന്റെ പേര്? വിൻഡ് ടവർ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അതേപോലെ അക്ബറിന്റെ കാലഘട്ടങ്ങളിൽ ഏകദേശം 1571 കാലഘട്ടം വരെ എന്ത് ചെയ്യുന്നത്? ഫത്തേപൂർ സിക്രി ആയിരുന്നു ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്തിന് തലസ്ഥാന നഗരിയായിട്ട് എന്ത് ചെയ്യുന്നത്? ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ അല്ലേ. 1571 മുതൽ ഏകദേശം 1555 വരെ കാലഘട്ടം എന്ത് ചെയ്തിരുന്നു? അക്ബറിന്റെ ഭരണ കാലഘട്ടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ട് ഉണ്ടായ സ്ഥലമാണെന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഈ പറയുന്ന പാഞ്ച്മഹൽ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് വിഹാരങ്ങളുടെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്തതാണ്, വിച്ച് കിങ് ഓഫ് ദ മൗര്യൻ ഡൈനാസ്റ്റി സക്സീഡ് ദ ചന്ദ്രഗുപ്ത മൗര്യ? ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അല്ലെ അധികാരത്തിൽ വരുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിന്റെ മകൻ ആരാണ്? അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത് ബിന്ദുസാരയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബിന്ദുസാര എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം ജൈനിസം സ്വീകരിച്ച് മടങ്ങുമ്പോൾ വെറുതെ കിടന്ന രാജ്യത്തിന്റെ ഈ പറയുന്ന സിംഹാസനത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കയറിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകനായിട്ടുണ്ടായ ബിന്ദുസാരനാണ് അല്ലെ. ഈ പറയുന്ന സാമ്രാജ്യത്തിനെ എന്താണ്? സെൻട്രൽ ഇന്ത്യയും അല്ലെ, സെൻട്രൽ ഇന്ത്യയിലേക്കും അതേപോലെ സൗത്ത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്? വ്യാപിപ്പിക്കുന്നത് ആരാണ്? എന്താണ്? സെൻട്രൽ ഇന്ത്യയിലേക്കും സൗത്ത് ഇന്ത്യയിലേക്കും വ്യാപിപ്പിക്കുന്നത് ഇതേ ബിന്ദുസാര തന്നെയാണെന്നുള്ളതാണ് അല്ലെ. ഓക്കെ അല്ലെ. അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ്? അമിത്രോ ചാറ്റസ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്നതും അല്ലെ, ഈ പറയുന്ന ഗ്രീക്ക് പുരാണങ്ങൾ എന്നുള്ളതല്ല, ഗ്രീക്ക് ചരിത്ര രേഖകളിൽ എന്താണ് അമിത്രോ ചാറ്റ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതും ആരെയാണ്? ഈ പറയുന്ന ബിന്ദുസാരയാണെന്നുള്ളതാണ് അല്ലെ. ബിന്ദുസാരയാണെന്നുള്ളതാണ്. ഓക്കെ അല്ലെ. എന്നാൽ ഈ പറയുന്ന ബിന്ദുസാരന് ശേഷം വരുന്ന ആരാണ്? ആ ബിന്ദുസാരന് ശേഷമാണ് ആര് വരുന്നത്? അശോക വരുന്നത് എന്നുള്ളതാണ് അല്ലെ. ബിന്ദുസാരന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അശോക വരുന്നത്. ഓക്കെ അല്ലെ. ഓക്കെ, അശോകന് ശേഷമാണ് ആര് വരുന്നത്? സംഭ്രാന്തി എന്ത് ചെയ്യുന്നത്? വരുന്നത് എന്നുള്ളതാണ്. സംഭ്രാന്തി വരുന്നത് അല്ലെ. എല്ലാവർക്കും പറയാം, ഈ പറയുന്ന അശോകന്റെ ഗ്രാൻഡ് സൺ ആണ്. അശോകന്റെ ഗ്രാൻഡ് സൺ ആണ് ആരെന്ന് പറയുന്നത്? സംഭ്രാന്തി എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് അശോകന്റെ ഗ്രാൻഡ് സൺ ആണ് ആരെന്ന് പറയുന്നത്? സംഭ്രാന്തി എന്ന് പറയുന്നത്. ഇതേ സംഭ്രാന്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ജൈനിസം സ്വീകരിക്കുന്നത് അല്ലെ. ജൈനിസം എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്.
ഇനി ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ തന്നെ ഏറ്റവും അവസാനത്തെ രാജാവാണ് ആരെന്ന് പറയുന്നത് ബൃഹദത്തൻ എന്ന് പറയുന്നത്. ഈ ബൃഹദത്തനെ കൊന്നുകൊണ്ടാണ് ആര് വരുന്നത്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ കമാൻഡർ തന്നെ, കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുണ്ടായിരുന്ന പുഷ്യമിത്ര ശുംഗ വധിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ശുംഗ എന്ന് പറയുന്ന സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിനെ വധിക്കുന്ന ആരാണ്, പുഷ്യമിത്ര ശുംഗനാണ്. പുഷ്യമിത്ര ശുംഗയാണ് എന്ത് ചെയ്യുന്നത്, ബൃഹദത്തനെ വധിക്കുന്നത് അല്ലെ, അവസാനത്തെ രാജാവാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ബിന്ദുസാരയാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ, ബിന്ദുസാര, പിന്നെ ആരാണ് വരുന്നത്, അശോകൻ സമ്രാട്ട്, ബൃഹദത്തൻ. ഓക്കെ, അടുത്തത് ട്രൈബൽ ഡാൻസ് കുംബി പ്രോമിനന്റ്ലി ഫോംഡ് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് അല്ലെ. അതായത് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഈ കുംബി എന്ന് പറയുന്ന ഡാൻസ് ഇത് എവിടെയാണ് പ്രശസ്തമായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. എവിടെയാണ് പ്രശസ്തമായിട്ടുണ്ടായിരുന്നത്, ഗോവയിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. കുംബി എന്ന് പറയുന്ന ഡാൻസ് പ്രധാനമായിട്ട് പ്രശസ്തമായിട്ടുണ്ടായിരുന്നത്, കുംബി എന്ന് പറയുന്ന ഡാൻസ് പ്രശസ്തമായിട്ടുണ്ടായിരുന്നത് ഗോവയിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഈ പറഞ്ഞ ഹാർവെസ്റ്റ് നടക്കുന്ന സമയങ്ങളിൽ അല്ലെ, ഹാർവെസ്റ്റ് ഒക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ, ഹാർവെസ്റ്റ്, അതായത് ഈ പറയുന്ന രീതിയിൽ വിളവാക്കി എടുക്കുന്ന സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ ഈ പറയുന്ന ഡാൻസ് എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ, ഡാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ. അപ്പോൾ ഒഡീഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കും പറയുന്നത് സംബാൽപുരി ഒഡീസി എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഡാൻസുകളാണ്. ഉത്തരാഖണ്ഡിൽ ഡാൻസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് ചോലിയ എന്നും അതേപോലെ ഗർവാളി. ഓക്കെ, ഗർവാളി എന്ന് പറയുന്ന ഡാൻസ് ഒക്കെ എന്തിന്റെയാണ്, ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെയാണ് കേട്ടോ. സിക്കിമിൽ നോക്കുകയാണെങ്കിൽ മാസ്ക് ഡാൻസ് പ്രസിദ്ധമാണ്. സിക്കിമിലെ മാസ്ക് ഡാൻസ് ഒക്കെ എവിടെയാണ് വരുന്നത്, സിക്കിമിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹുമയൂൺ ടോംബ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹുമയൂൺ ടോംബ്, ഹുമയൂണിന്റെ ശവകുടീരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുണ്ടായിരുന്ന ബീഗമാണ് അല്ലെ. ബീഗമാണ് എന്ത് ചെയ്യുന്നത്, അത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ബീഗം നിർമ്മിക്കുന്നു അല്ലെ. അവർ മറ്റൊരു പേര് പറഞ്ഞ ഹാജി ബീഗം അല്ലെ. ഹാജി ബീഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ബീഗമാണ് നിർമ്മിക്കുന്നത് അല്ലെ. ഓക്കെ അല്ലെ. എവിടെയാണ് നിർമ്മിക്കുന്നത്, ഈ പറഞ്ഞ രീതിയിൽ ഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ചാർബാഗ് സ്റ്റൈൽ ഓർത്തിരിക്കണേ. ചാർബാഗ് സ്റ്റൈലിലാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ താജ്മഹൽ ആണ് എന്ത് ചെയ്യുന്നത്, ഉത്തർപ്രദേശിലെ എവിടെയാണ്, നമ്മുടെ ആഗ്രയിൽ കാണപ്പെടുന്നില്ല. ആഗ്ര സിറ്റിയിലാണ് എന്ത് കാണപ്പെടുന്നത്, താജ്മഹൽ എന്ന് പറയുന്ന ആഗ്ര സിറ്റിയിലാണ് കാണപ്പെടുന്നത് അല്ലെ. അതേപോലെ തന്നെ ഫത്തേപൂർ സിക്രിയിലാണ് എന്തുള്ളത്, ബുലന്ദ് ദർവാസ ഉള്ളത് അല്ലെ. ബുലന്ദ് ദർവാസ എന്ന് പറഞ്ഞ എവിടെയാണ്, ഫത്തേപൂർ സിക്രിയിലാണ്. ഇനി അടുത്തത് കാബൂൾ. ഓക്കെ, കാബൂൾ പിന്നെ നമുക്ക് നോക്കണ്ട. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, ഷേർഷാ സൂര്യയുടെ ടോം കേട്ടോ, അത് നോട്ട് ചെയ്ത് നോക്കാം. ഷേർഷാ സൂര്യയുടെ ടോം എന്ന് പറയുന്നത് സർസാരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സർസാരത്താണ് ഷേർഷാ സൂര്യയുടെ പേര്. ഷേർഷാ സൂരി സർസാരം, ബീഹാർ. കന്തിയ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ചോദ്യം കൂടെ നോക്കാം. Why the Konark Sun Temple historically referred to as the Black Pagoda by European sailors? എന്തുകൊണ്ടാണ് ഈ പറയുന്ന യൂറോപ്യൻ സെയിലേഴ്സ് ബ്ലാക്ക് പഗോഡ എന്ന് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു കൊണാർക്ക് സൺ ടെമ്പിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. എന്തുകൊണ്ടായിരിക്കാം, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡാർക്ക് ഫാക്കേഡ് ആൻഡ് ഇറ്റ്സ് യൂസ് ആസ് എ നാവിഗേഷൻ ലാൻഡ്മാർക്ക്. ഒരു നാവിഗേഷൻ ലാൻഡ്മാർക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കൊണാർക്ക് സൺ ടെമ്പിളിനെ അന്ന് യൂറോപ്യന്മാർ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ബ്ലാക്ക് പഗോഡ എന്ന് വിളിച്ചത്. ഇനി വൈറ്റ് പഗോഡയാണ് ചോദിക്കുന്നതെങ്കിൽ, വൈറ്റ് പഗോഡ എന്ന് ചോദിക്കുന്നത് ഏതാണ്, വൈറ്റ് പഗോഡ പൂരി ജഗന്നാഥ ക്ഷേത്രമാണ്. അല്ലെ, ജഗന്നാഥ് ടെമ്പിൾ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ പറയുന്ന പരീക്ഷയിൽ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് ചോദിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോവാം കേട്ടോ. അതേപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ പരീക്ഷ ചോദിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.